ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് കിച്ചൺ. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോബി 65 ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. പിന്നെ ഞാൻ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ കോളിഫ്ലവർ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 300 ഗ്രാമൊക്കെ വരും ഈ ഒരു കോളിഫ്ലവർ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ ഇതെങ്ങനെ വാഷ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ പച്ചവെള്ളത്തിൽ അങ്ങ് കഴുകിയെടുത്ത് അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി നന്നായിട്ട് അങ്ങ് കുഴച്ച് വെച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് മൂടി വെച്ച് എന്നിട്ട് അങ്ങ് ഞാൻ എന്ത് ചെയ്തു, വെള്ളം അങ്ങ് ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ചത്ത് പൊങ്ങി വരും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ടുള്ള കോളിഫ്ലവർ കിട്ടും. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി ചൂടുവെള്ളത്തിൽ. കൂടുതലായിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ അധികം അങ്ങ് കുക്കായിട്ട് പോവും. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ട് വരും. ആ ഒരു സോഫ്റ്റ് മാത്രം മതി നമുക്ക് കോളിഫ്ലവർ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സ് ചെയ്തെടുക്കാൻ ഒരു കുഴിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ റവയാണ്. ഈ റവ ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോബി 65 റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാൻ കാരണം ആ ഒരു റെഡ് കളർ നല്ല പോലെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് മല്ലിച്ചപ്പാണ്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ വേണ്ടത് 2 അല്ലി കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു കായപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി അങ്ങ് ആഡ് ചെയ്തിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ഗോബി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്പൂൺ യൂസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ യൂസ് ചെയ്തിട്ടോ എങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിലപ്പോൾ അതിൽ തന്നെ കുറച്ചൊക്കെ ഒരു വെള്ളം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അങ്ങ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം ഇതിന് നല്ല വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ അങ്ങ് ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൈ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ആകുമ്പോൾ അതിലൊക്കെ കോട്ട് ചെയ്ത് പിടിക്കാനും നല്ലതാണ്. അപ്പം നമ്മൾ അധികം വെള്ളം അങ്ങ് ഒഴിച്ചു പോകരുത്. അങ്ങനെ ഒഴിച്ചു പോയാൽ ചിലപ്പം മാവ് ഒന്നായിട്ട് അങ്ങ് ലൂസാവും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ മാവ് അതിൽ നിന്ന് അങ്ങ് ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ കോളിഫ്ലവറിലൊക്കെ നല്ല പോലെ കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് പിടിക്കും. അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ എരിവോ അതേപോലെ തന്നെ ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നുള്ളതും കൂടി ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലെല്ലാം കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 30 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇപ്പം ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം
ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓയിൽ ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കോളിഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നിച്ച് അങ്ങ് കൊട്ടി കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് അങ്ങ് ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കോളിഫ്ലവർ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടിഭാഗം ഫ്രൈ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം താഴ്ഭാഗം ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം കോളിഫ്ലവർ നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് അങ്ങ് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കോരിയെടുക്കുന്ന ടൈമിൽ എണ്ണക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് കോരിയെടുത്താൽ മതി. അപ്പോൾ അതിൽ തന്നെ കുറേ എണ്ണ അങ്ങ് പോയിക്കോളും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത്രയ്ക്ക് എണ്ണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് അങ്ങ് കോരിയെടുക്കുന്നുണ്ട് ഇതിന്ന്. അപ്പം മൊത്തമായിട്ട് അങ്ങ് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും ഇതേപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലോട്ട് തന്നെ ഒരു 6 പച്ചമുളകിൻ്റെ നെടുകെ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളക് ഏകദേശം ഒന്ന് അങ്ങ് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 3 അല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് കോരിയെടുക്കാം. ഇപ്പം ആ ഒരു പച്ചമുളകും കറിവേപ്പിനും നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് അങ്ങ് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കോരിയിട്ട് നമുക്ക് ആ ഒരു കോളിഫ്ലവറിൻ്റെ മുകളിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.